കേരളത്തിലെ CPM BJPയുടെ അക്കൗണ്ട് തുറപ്പിക്കുക എന്ന വാശിയോടെ പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ തവണയും നിയമസഭയിൽ BJP അക്കൗണ്ട് തുറക്കാതിരുന്നത് കേരളത്തിലെ UDF ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചതുകൊണ്ടാണ്. ഇത്തവണ ഈ LDF കൺവീനർ EP ജയരാജൻ തന്നെ BJPക്ക് ഒരു മഹത്വം ഉണ്ടാക്കി കൊടുക്കുകയാണ്. CPM LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞിട്ട് അത് തള്ളിപ്പറയാൻ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല. ഇവിടെ കേരളത്തിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ ആഗ്രഹം, ദുരാഗ്രഹം, അതിന് വളം വെച്ചു കൊടുക്കുന്ന പ്രസ്താവനയാണ് EP ജയരാജന്റെ ഭാഗത്ത് ഉണ്ടായത്. എന്നാൽ അത് CPMന്റെ ഔദ്യോഗിക നയമാണ് എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ UDF അതിശക്തമായ നിലയിൽ പ്രചരണ രംഗത്ത് കടന്നു വരുമ്പോൾ ഭയപ്പെട്ടുകൊണ്ടാണ് BJPയും CPMും ഞങ്ങൾക്കെതിരെയുള്ള പ്രചരണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണയും BJP അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല. BJPയെ നേരിടാനുള്ള കരുത്തോടുകൂടി, LDFനെ നേരിടാനുള്ള കരുത്തോടുകൂടിയാണ് UDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിട്ടുള്ളത്. ഒരു കാലത്തുമില്ലാത്ത നിലയിൽ കേരളത്തിലെ കോൺഗ്രസിലും UDFലും ഐക്യം ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ ചിന്തിക്കുന്നു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ തവണ 20-ൽ 20 സീറ്റും UDF നേടും എന്ന് കണ്ടുകൊണ്ടാണ് LDF കൺവീനർ BJPക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. BJPയുടെ ഏജന്റന്മാരായി CPMന്റെ നേതാക്കന്മാർ മാറുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിലാണ് BJPയുടെ വോട്ട് ഇടതുപക്ഷത്തിന് പോയത്. കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണിക്ക് BJPക്കാർ വോട്ട് ചെയ്തത്. ഇത്തവണ അതിൻ്റെ പ്രത്യുപകാരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും BJPയും തമ്മിൽ അന്തർധാര നിലവിലുണ്ട്. ലാവ്ലിൻ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് വളരെ വ്യക്തമാകുന്ന കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അതിശക്തമായും പോരാടുന്നത് കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയോടെയാണ്. അതുമാത്രമല്ല, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടാൻ വേണ്ടി കൂടിയാണ്. നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് ആളുകൾക്ക് ഇന്ന് പെൻഷൻ കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, 52 ലക്ഷം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. ഈ ഗവൺമെന്റ് പരിപൂർണമായും നിശ്ചലാവസ്ഥയിലെത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രവർത്തനം നിലച്ചിരിക്കുകയാണ്. ട്രഷറി പൂട്ടിയിരിക്കുന്നു. ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. ഇതുപോലെ നിശ്ചലമായ ഒരു ഗവൺമെന്റിനെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല, ഇതുവരെ പരിശോധിച്ചാൽ. അതുകൊണ്ട് കേരളത്തിലെ ഗവൺമെന്റിനെതിരായും നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനും വേണ്ടി ജനങ്ങൾ മതേതര ജനാധിപത്യ മുന്നണിയായ UDF വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ വിരളി പൂണ്ടാണ് ഞങ്ങളും BJPയും തമ്മിലാണ് മത്സരമെന്ന് LDF കൺവീനർ പറയുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്ന സാഹചര്യത്തിൽ വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് UDFന് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. അത് കണ്ട് ഭയപ്പെട്ടാണ് BJPയും CPIയും ഇത്തരം പ്രചാരവേലകളിൽ ഏർപ്പെട്ടിരിക്കുന്നത്.